ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 12 വർഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ചെയ്യുമ്പം നമുക്കൊരു ആവറേജ് സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഫസ്റ്റ് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഒരു സർക്കാർ ഉണ്ട് എന്നുള്ളത്, അതായത് പ്രസൻസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത്. അതായത് ഏത് പ്രതിസന്ധി വന്നാലും ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി. നമുക്കറിയാം ഒരു കാലഘട്ടത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടുന്നതൊക്കെ ഉള്ള രീതി ഉണ്ടായിരുന്നു. ട്രെയിനിൽ പൊട്ടുന്നുണ്ട്, എയർപോർട്ട്സിൽ പൊട്ടുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ പൊട്ടുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടു മുംബൈ ബ്ലാസ്റ്റ്, അങ്ങനെ പല പല സ്ഥലത്തുള്ള ഇത് നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തം ഇന്ന് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഇപ്പം ആ രീതിയിലേക്കുള്ള ഒരു ഭയം ആളുകൾക്കില്ല. അപ്പം ഈ ഭയമില്ലാത്തത് ഒരു പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതിൻ്റെ വലിയൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഇന്റേണൽ സെക്യൂരിറ്റി വൈസ് നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് കാരണം ഈ നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇല്ലാതായെന്നല്ല, പക്ഷെ നമ്മൾ അതിൻ്റെ മെക്കാനിസംസ് കണ്ടെത്തി അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് പോയി അത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഞാൻ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും 100% ഫുൾ പ്രൂഫ് അല്ല. കാരണം ദേ ആർ ഓൾവേസ് ഒരു സജ്ജരാണ്, എപ്പോഴും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക പല രീതിയിൽ. ഇപ്പോൾ എനിക്കൊന്ന് അവർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് മാറ്റിയെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അവരത് ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി അവർ മറ്റ് പല ഇപ്പം നമുക്കറിയാം, ഇപ്പം കശ്മീരിനെയൊക്കെ സംബന്ധിച്ചോളം നമുക്കറിയാം അവിടെ ടെററിസ്റ്റ് ഉണ്ട്, അവിടെ AK-47 മറ്റുമായിട്ടൊക്കെ വന്ന് ടൂറിസ്റ്റിനായാലും ശരി, ഇപ്പം നമ്മൾ പെഹൽഗാമെല്ലാം കണ്ടു IED ബ്ലാസ്റ്റ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ മറ്റ് സ്ഥലത്ത് അവരതല്ല ചെയ്യുന്നത്, അത് വേറെ രീതിയിലേക്കുള്ളതാണ്. പക്ഷേ ഇന്റേണൽ സെക്യൂരിറ്റി കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ എടുത്ത് പറയണം. അതായത് ഒന്ന്, നമ്മൾ അറിയാം ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി. ഒരു കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ജി അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ചാലഞ്ച് ഈ മാവോയിസ്റ്റ് ടെററിസമാണ് അല്ലെങ്കിൽ ഇൻസർജൻസിയാണ്. അതിന്ന് ഇല്ലാതായിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ആൻഡ് ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബെൽറ്റ് ഇന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കുകയാണ്. പലരും അവർ സറണ്ടർ ചെയ്ത് നമ്മൾ കണ്ടു, പലരും വലിയ ഈ മാവോയിസ്റ്റ് ലീഡേഴ്സ് ഒക്കെ വന്ന് ഇരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നക്സൽ ബാഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് BJP ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റം ഇന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കശ്മീരിന്റെ ഇഷ്യൂ നമ്മൾ എടുത്തു പറയണം ശരിയോ, കാരണം ഞാൻ അവിടെ ഒരു 3 ടെന്യൂറായിട്ടുണ്ട്. സൈനികനായിട്ട് സേവനം ഏകദേശം 7-8 വർഷം എൻ്റെ പല ടെന്യൂഴ്സായിട്ട് അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഒരു സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സൈനികരായിട്ട് പോകുമ്പോൾ പോലും ഒരു ത്രെറ്റ് ഉണ്ടായിരുന്നു. അത് 99 കാർഗിൽ സമയത്തൊക്കെ. അതിൽ നിന്ന് ഇപ്പം ഒരു ടൂറിസ്റ്റായിട്ട് എത്രയോ മലയാളികൾ അവിടെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കാണാം അവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. വളരെ നോർമലൈസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി. കശ്മീരിൽ ധാരാളം ഡെവലപ്മെന്റ് നടക്കുന്നു. അതൊക്കെയാണ് ഈ പെഹൽഗാമൊക്കെ വന്നതിൻ്റെ ഒരു കാരണം. പക്ഷെ കശ്മീരിലെ ആ ലെവൽ ഓഫ് വയലൻസ് അത് കുറച്ച് കൊണ്ടുവന്നതും കശ്മീരിനെ ഇന്ത്യയുമായിട്ട്, അതായത് മെയിൻലാൻഡായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുടെ വലിയ ഒരു വിജയം തന്നെയാണ്. ഇന്നിപ്പം കശ്മീരിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ പോലും പോകുന്നുണ്ട്. ഒരു കാലത്ത് ജമ്മു കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ശ്രീനഗർ കഴിഞ്ഞ് ബാരാമുള്ള വരെയൊക്കെയുള്ള ട്രെയിൻ സർവീസ് നമ്മൾ ഇതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനത്തെ രീതിയിൽ ഒരു കാര്യം നമ്മൾ ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഏരിയ പണ്ട് വലിയ രീതിയിലുള്ള ഒരു ടെററിസം ഒക്കെ നടന്നതാണ്. അവിടെ ഇന്നിപ്പോൾ ഇല്ല, ടെററിസം ഇല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ. അതിനും പകരമായിട്ട് നേരത്തെ ഷിലിയോ ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം, വേറെ രീതിയിലുള്ള ഇൻസർജൻ മണിപ്പൂരിൽ നടക്കുന്നത് അതിൻ്റെ ഒരാണ് കലാപം സൃഷ്ടിച്ച് ഇന്ത്യയിലുള്ളിൽ അകത്ത് കലാപം സൃഷ്ടിച്ച് അതിനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാം. അത് മണിപ്പൂരിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണത്.